ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷാണ് ഞണ്ട് റോസ്റ്റ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണേ നോക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കിലോ ഞണ്ടാണ്. ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഉള്ളി ഒരു 250 ഗ്രാം, പിന്നെ കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് എന്നിവ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഉള്ളി നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് കറിവേപ്പില വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കാരണം നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചപ്പോൾ അതിലോട്ടേക്ക് ഞാൻ കറിവേപ്പിലയും കൂടി ചതച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എന്തായാലും ഇത് ഇട്ടതാണ്, ഉള്ളതുകൊണ്ട് ഇട്ടതാണ്. അതിന് ശേഷം നമുക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. പച്ചമുളക് ചേർക്കാൻ ഞാൻ മറന്നതാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. കാരണം തക്കാളി ഇടുമ്പോൾ തന്നെ നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്താൽ അത് അതിൻ്റെ ഒപ്പം തന്നെ. അതിന് ശേഷം ഈ ഉള്ളി 4 ഭാഗത്തോട്ടും ഇങ്ങനെ മാറ്റിയിട്ട് അതിന് നടുക്കായിട്ട് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. പിന്നെ ഈ എരിവ് കുറവ് വേണ്ടവർക്കാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയൊന്നും വേണ്ട, 2 ടേബിൾ സ്പൂൺ മതിയാകും. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഞണ്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇനി പോരാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ടിത് തിളച്ച് വരുമ്പോൾ കുറഞ്ഞ ഫ്ലെയിമിൽ നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് ഒരു 10-15 മിനിറ്റ് വേവിക്കാം. അത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇനി ഇത് ഒരു കൂടിയ തീയിൽ ചാറൊക്കെ വറ്റി വരണ വരേക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചാറൊക്കെ വറ്റി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചോറിനൊപ്പം കഴിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഡിഷാണിത്. ചോറിൻ്റെ ഒപ്പം മാത്രമല്ല, കപ്പയുടെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാം. എനിക്കിത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് ഇനി വീണ്ടും കാണാം.